ബുധനാഴ്ചയുണ്ടായ കനത്ത മഴയെ തുടർന്ന് കൊട്ടാരക്കര ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു വീണു. തിരക്കേറിയ ഓയൂർ കൊട്ടാരക്കര റോഡിലേക്കാണ് കല്ലുകൊണ്ട് കെട്ടിയ ഭിത്തി ഇടിഞ്ഞു വീണത്. ഇത് മൂന്നാം തവണയാണ് സംരക്ഷണ ഭിത്തി തകരുന്നത്. ഭിത്തി ആദ്യം തകർന്നത് 2000-ൽ പണി പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെയാണ്. നിർമ്മാണത്തിലെ അഴിമതിയാണ് ഭിത്തി നിരന്തരം തകരാൻ കാരണമെന്ന് ആക്ഷേപമുണ്ട്. റോഡിൽ നിന്ന് 25ഓളം അടി ഉയരത്തിലുള്ള ഭാഗമാണ് ഇടിഞ്ഞു താഴ്ന്നത്. ഉറപ്പ് കുറഞ്ഞ പഴയ ഭിത്തിക്ക് മുകളിൽ പുതിയ ഭിത്തി കെട്ടിപ്പൊക്കിയതാണ് നിരന്തര തകർച്ചയ്ക്ക് കാരണം. 3 വർഷം മുമ്പ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സ്കൂൾ മൈതാനത്തോട് ചേർന്ന ഈ ഭിത്തി നവീകരിച്ച് സംരക്ഷിക്കുന്നതിന് പണം അനുവദിച്ചിരുന്നു. നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് പിച്ചും ക്രിക്കറ്റ് കളിക്കാനുള്ള ഉപകരണങ്ങളും സജ്ജമാക്കാനായിരുന്നു പദ്ധതി. എന്നാൽ നിർമ്മാണത്തിന് ടെൻഡർ ക്ഷണിക്കാതെ PTA-യുടെ നേതൃത്വത്തിൽ ഒരു കരാറുകാരന് പണി ഉറപ്പിച്ചു നൽകുകയായിരുന്നു. നിർമ്മാണം ആരംഭിച്ച സമയത്തു തന്നെ ഇതേപ്പറ്റി ആക്ഷേപം ഉയർന്നിരുന്നു. ഉയരം കൂടിയ മതിലിന് വേണ്ടത്ര ഉറപ്പ് നൽകുകയോ അടിത്തറ ആഴത്തിൽ നിർമ്മിക്കുകയോ ചെയ്തിട്ടില്ലത്രേ. 2 സ്കൂളുകൾ, താലൂക്ക് ഓഫീസ് ഉൾപ്പെടെ നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ, കോടതി സമുച്ചയം എന്നിവിടങ്ങളിലേക്കുള്ള വഴിയായതിനാൽ ഏറെ ആൾത്തിരക്കുള്ള സ്ഥലമാണിത്. ഹർത്താലായതിനാൽ ആൾത്തിരക്കില്ലാത്തതിനാലാണ് മതിൽ വീണിട്ടും ആളപായം ഉണ്ടാകാതിരുന്നത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.